ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. പഠിച്ചവന് ആയുസ്സും ആഫിയത്തും ബർക്കത്തും തരട്ടെ. ലോകത്തുനിന്ന് എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അപ്പം ഞാൻ ഇന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിച്ചിന്, സാത്ത അസുഖം എങ്ങനെ ഉണ്ട്, ഡോക്ടറെ കാണിച്ചോന്ന്. ഇപ്പം വേദന ഇന്നലെ തൊട്ട് വന്നിട്ടില്ല. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുമില്ല. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി കാര്യം പറഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണെങ്കിൽ താത്ത ഇതോടെ നിൽക്കൂ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞ് ഗുളിക തന്ന് അത് കുടിച്ചപ്പോൾ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. നമുക്ക് എപ്പോഴും എണീക്കാൻ തോന്നുന്നില്ല, കിടക്കണം എന്നുള്ള. ഞാനൊന്നും രാവിലെ എണീറ്റാൽ പിന്നെ കിടക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ഇപ്പോൾ കിടക്കണം തന്നെ നമുക്കൊരു തോന്നലുണ്ടാവില്ല, ഈ പനിയെല്ലാം വന്നാൽ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം ഇന്ന് കുഴപ്പമില്ല, ഇന്ന് വെള്ളിയാഴ്ച പണിയില്ല. ഇപ്പം നാളെ നമുക്ക് കിടന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ എനിക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, അത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. അത്ര എനിക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹമാണ്, ബഹുമാനാണ്. അത്ര എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്തിന്. പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രവാസികൾ എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാ അസുഖങ്ങളും ഉണ്ടാക്കിനി അല്ലേ. പ്രവാസികളായിരിക്കും കൂടുതലും അസുഖങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഷുഗർ ആയാലും തൈറോയ്ഡ് ആണെങ്കിലും പ്രഷറാണെങ്കിലും എല്ലാം നമ്മൾ പിന്നെ ഉണ്ടാക്കിയ ഒരാൾക്കാരാണ്. അപ്പോൾ പ്രവാസത്തിൽ വന്നിട്ട് എന്തുണ്ടാക്കിയെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടമായി രോഗം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പഠിച്ചോ കാക്കട്ടെ. ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നു പെട്ടെന്നുള്ള മരണങ്ങൾ. അത് പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ 30, 27, 34 ഇങ്ങനെ വയസ്സുള്ള ചെറുക്കന്മാരാണ് നമ്മൾ വിട്ടുപോകുന്നത്. പഠിച്ചവന് അതിനല്ല നമുക്ക് എല്ലാവരെയും പഠിച്ചവന് കാക്കട്ടെ, ആയുസ് ആഫിയത്തും തരട്ടെ. മരണം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമുക്ക് മരണം എല്ലാവരും ഉണ്ട്. നമ്മളോട് ചോദിക്കൊന്നും വേണ്ടല്ലോ പഠിച്ചവനക്ക് കൊണ്ടുപോകാം. പക്ഷെ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കാൻ വന്ന് ഇവിടുന്ന് നമ്മൾ പഠിച്ചറപ്പ് കൊണ്ടുപോകാതിരിക്കട്ടെ. നമ്മളെ ആൾക്കാരെ കാലിൻ്റെ അടിയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ രോഗം വന്നാൽ നമ്മൾ പല ചിന്തകളാണ് നമ്മളെ മനസ്സിലേക്ക് ഓടി വരികയല്ലേ. ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഓടി വരും. നമ്മൾ രാത്രി എന്തെങ്കിലും ആവുമോ, നമ്മൾ ഇനി ഓരെ കാണുമോ, നമുക്ക് എന്താണ് ആ അസുഖമോ, ഇനി ഈ അസുഖമാണോ, പല അസുഖങ്ങളും. ഇപ്പൊ താത്താക്ക് ക്യാൻസർ വന്നോടേക്ക് മരണപ്പേടിയാണ്. എന്ത് വന്നിട്ടുണ്ടെങ്കിലും എനിക്കെന്നല്ല ആർക്ക് വന്നാലും എനിക്ക് ബേജാറാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു ടെൻഷനാവും നമുക്ക്. താത്താക്ക് അങ്ങനത്തെ രോഗം വന്നോണ്ടാന്ന് അറിയില്ല, നമ്മൾ കണ്ടോണ്ടറിയില്ല, താത്ത അനുഭവിക്കുന്നത് കണ്ടോണ്ടറിയില്ല വേദന. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടെൻഷനാവും. ആർക്കും ഇപ്പം അസുഖമായാലും ഇപ്പം നമുക്കൊരു ചെറിയ തലവേദന വന്നാലും അതെന്താണാവോ എനിക്ക് അങ്ങനെ ഒരു ചിന്തയായി പോയി. ഒന്നാമത് നമുക്ക് ഈ ടെൻഷൻ കയറുമ്പോഴാണ് ഈ അസുഖങ്ങളും വരുന്നത്. അപ്പോൾ ഇപ്പോൾ വയറുവേദന കുറവുണ്ട്, നന്നായിട്ട് കുറവുണ്ട്. പക്ഷെ ഇതാണ് എണീക്കാൻ വയ്യ, ഇങ്ങനെ കിടക്കണം എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഇപ്പോൾ ചേച്ചി വരും, ഉച്ചൻ്റെ ശേഷം ചേച്ചി വരാമെന്ന് പറഞ്ഞതിന്. ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും കുറവാണെങ്കിലും കാണിക്കണ്ടെന്നേ പറഞ്ഞു. ഞാൻ ഇന്നലെ അവിടെ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ പോലെയെല്ലാം കേട്ട് ഇങ്ങനെ ഗുളിക എത്തുന്നു. അപ്പം പറഞ്ഞ് ഇത് ഗ്യാസിൻ്റെ ആണെങ്കിൽ ഇതോടെ ഈ വേദന പോകും, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം പോയിട്ട് ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നേരം വരെ വേദന വന്നിട്ടൊന്നുമില്ല. അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയാലോ, നമ്മളെ പ്രവാസികൾക്ക് അറിയാം, ഇവിടെ നമ്മൾ ഒരു ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 100-500 റിയാൽ അങ്ങനെ പോകും. എല്ലാവർക്കും അറിയാം, ഒരു രോഗം വന്നാൽ നമ്മളെ പൈസ പോകും. ഇപ്പോൾ ഒന്നാമത് മാസം ലാസ്റ്റാണ്, ആരോടും പൈസ ഇല്ലാത്തൊരു സമയം. എല്ലാം അറിയാലോ, നമ്മളെല്ലാം മാസം പിന്നെ 10-ാം തീയതി 11-ാം തീയതി 12-ാം തീയതിൻ്റെ ഉള്ളിൽ നമുക്ക് ശമ്പളം കിട്ടി. നമ്മൾ പിന്നെ എല്ലാം നാട്ടിൽ സെറ്റാക്കി ഇവിടെ സാധനം വാങ്ങി ഇവിടെ വാടക കൊടുത്ത് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രശ്നം. അപ്പോൾ ഒന്ന് പഠിച്ചപ്പോൾ ആ വേദന അങ്ങനെ നിർത്തിന്. ഒരുപാട് ആൾക്കാർ ദൂരമുണ്ടായിരിക്കും. ഇപ്പോൾ വേദന ഒന്നുമില്ല, ഇപ്പം ഇതന്നെയാണ്. ചിലപ്പോൾ ഇന്നലെ എനിക്ക് തോന്നി ക്ഷീണം വരാൻ കാരണം നമ്മൾ ഇന്നലെ തൊട്ട് കഞ്ഞിയും വെള്ളം മാത്രം, എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ കഴിക്കാത്തത്. കഞ്ഞിയും വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. പേടിയാവുക, വേദന വരുമോന്ന് പേടിയാവുക, അതുകൊണ്ടാണ്.
അപ്പോൾ ദുആ ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. ആദ്യം ഞാൻ നമ്മളെ കൊറോണ സമയം ഉണ്ടായില്ല ഫസ്റ്റ്, ആ കൊറോണ സമയത്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിന്. പിന്നെ ആകെ ടെൻഷനായി, പണിയില്ല. ആ സമയത്തല്ല എല്ലാവർക്കും അറിയാം, നമ്മൾ നോർക്കാക്കാര് കിറ്റെല്ലാം കൊണ്ടു തന്നിട്ടാണ് നമ്മളിവിടെ ഖത്തറിലെല്ലാം നമ്മൾ ജീവിച്ചിട്ടുള്ളത്. പണിയും കാര്യങ്ങളൊന്നും ഇല്ല കുറെ. പിന്നെ ആ ചാനലേ അങ്ങ് ഇട്ടുപോയി. അതിന് ഞാൻ വിചാരിച്ചു വേണ്ട. അതിന് പിന്നെ ആ ഒരു ടെൻഷനും, പണിയില്ലാത്ത ടെൻഷനും കാര്യവും നാട്ടിൽ പ്രശ്നം, അപ്പൊ അതങ്ങോട്ട് ഇട്ടുപോയി. പിന്നെ ഇപ്പൊ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ ജനുവരി വന്നാല് 2 വർഷമായി. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് താത്ത പൈസ കിട്ടൽ തുടങ്ങിയാന്ന്. പൈസ ഒന്നും എനിക്ക് കിട്ടൽ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അതിന് എപ്പോഴെങ്കിലെല്ലാം വീഡിയോ ഇടുള്ളൂ. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അന്നെന്നെല്ലാം പറഞ്ഞാല് ഏതെങ്കിലും കാലത്ത് എന്തേലും കിട്ടിയാല് അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തത് എന്താന്ന് പറഞ്ഞാൽ എന്റെ താത്താന്റെ കാര്യം ഓർത്തിട്ടാ. എന്റെ താത്താന്റെ കാര്യം ഓർത്തിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, താത്താക്ക് ഒരു 4 സിമെന്റും കട്ട ഇറക്കി കൊടുത്ത് ഒരു സീറ്റ് ഇട്ടിട്ടെങ്കിലും താത്താനെ പാടിന്ന് കോളനിന്ന് താത്താനെ എന്താക്കണം, എസ്റ്റേറ്റ് പാടിന്ന് താത്താനെ ആ സ്ഥലത്ത് ആക്കി കൊടുക്കണമെന്നുണ്ട്. സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, സ്ഥലം ഞാൻ പിന്നെ ദുബായി പോയപ്പോൾ എടുത്തു കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന് അത്ര വലിയ പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് പിന്നെ എന്താണ് പട്ടയം ഇല്ലാത്ത, ഇപ്പൊ പട്ടയത്തിന് എഴുതി കൊടുത്ത് പട്ടയം ഇപ്പൊ കിട്ടും. പട്ടയം ഞങ്ങളോട് കുറെ വട്ടം പറഞ്ഞിനെ, പട്ടയം ഇല്ലാത്ത സ്ഥലല്ലായിരുന്നു. അപ്പൊ അന്ന് ആ ഒരു ചെറിയ പൈസക്ക് കിട്ടിയതാണ് 10 സെന്റ്. അപ്പൊ ഞാൻ താത്താനോട് പറഞ്ഞു, താത്തന്ന ഇത് എടുത്തിട്ട് ഏതെങ്കിലും കാലത്ത് നമുക്ക് പട്ടയം കിട്ടി പഞ്ചായത്തിൽ നിന്ന് പിന്നെ പുരക്ക് എഴുതി കൊടുത്താൽ കിട്ടിയാല് അൽഹംദുലില്ലാ നമുക്ക് എന്താക്കാ, എനിക്ക് താത്താക്ക് പെരാവുമല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് കുറേ വർഷമായി ആ സ്ഥലം എടുത്തിട്ടിട്ട്. ഇപ്പൊ നമ്മള് താത്താക്ക് ക്യാൻസർ വന്ന് പഞ്ചായത്തില് മെമ്പർ എല്ലാരോടും പറയുന്നുണ്ട് ഒരു വീട് പാസ്സായി കൊടുക്കാന്. ഇപ്പൊ പട്ടയത്തിനെല്ലാം എഴുതി കൊടുത്തു. അൽഹംദുലില്ലാ എന്ന് ഏത് കാലം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ഇതുവരെ പഠിച്ച റബ്ബ് ഞാൻ എന്ത് വിചാരിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സാധിച്ചെന്നെ. താത്താന്റെ കാര്യത്തിലും തിന്നാനോ പിടിക്കാനോ ഒന്നുമല്ല. ഇപ്പൊ നമ്മള് തിന്നിട്ടുണ്ടെങ്കിൽ എന്റെ താത്തി തിന്നും, അതല്ല. താത്താനെ ആ ഒരു കുട്ടികളായിട്ട് എന്താക്കുക, ഒരു 4 സിമെന്റും കട്ടിയും കൊടുക്കുന്ന ഒരു സീറ്റാ ഓടാണോ ഓടോ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലൊന്ന് ആക്കി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ എനിക്ക് ഇതിന്ന് എന്തെങ്കിലും കിട്ടല് തുടങ്ങിയാല് ഞാനും പഠിച്ചവരോട് നിങ്ങളോടും എല്ലാം കടപ്പെട്ടിരിക്കും. എന്താന്ന് പറഞ്ഞാല് ഇതിന്ന് കിട്ടിയാല് ആദ്യം ഞാൻ ചെയ്യുന്നത്, കിട്ടാൻ തുടങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് എൻ്റെ താത്താക്കൊരു വീട് തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഇപ്പൊ എനിക്ക് ഇനി ഇവിടെ കുറെ കാലം നിൽക്കാന് പറ്റിയോന്നൊന്നും അറിയില്ല. പല അസുഖങ്ങളാ, സോറി ട്ടാ, പല നമുക്ക് അസുഖങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യത്തെ പ്രായം ഒന്നല്ലല്ലോ ഓടി ഓടി പോയി പണിയെടുക്കാൻ. ഇപ്പൊ ഈ വയറുവേദന വന്നോടന്നെ ഞാൻ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഉമ്മാനി അള്ളാനും വിളിച്ച് കരിയാന്നല്ലാതെ നമുക്ക് ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. ഏതെങ്കിലും കാലം, എത്ര വർഷമാണ് 10 റുപ്യ കിട്ടുകയെന്നറിയില്ല. ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ഈ യൂട്യൂബ് ഞാൻ എടുത്തിന്. നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണം. എനിക്കും വേണ്ടിയിട്ടല്ല, എനിക്കൊന്നും വേണ്ട. സോറി ഏട്ടാ. പിന്നെ അമ്മക്കൊന്നും വേണ്ട, പിന്നെ എനിക്കൊന്നും വേണ്ട. ഞാൻ ആരോടും പിന്നെ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് 10 റുപ്യ കിട്ടിയാലും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ താത്താക്ക് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. താത്താക്ക് ചെറിയൊരു പരിറ്റി കൊടുക്കണം. ഒരാളോട് നമ്മള് കൈ നീട്ടുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇതിന്ന് നമുക്ക്. ഇതിപ്പോ എല്ലാവർക്കും അറിയാം, യൂട്യൂബർ നടത്തുന്ന എല്ലാവർക്കും അറിയാം ഇത് കുറച്ച് മെനക്കെടുള്ളത് തന്നെയാണ്. ഇപ്പൊ എന്തായാലും നമ്മള് പിന്മാറിയിട്ട് കാര്യമില്ലല്ലോ. ഒരു ലക്ഷ്യത്തോടെ ഇറങ്ങിയിട്ടുണ്ടാ പഠിച്ച റബ്ബ് ഇന്നല്ലെങ്കിൽ നാളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. എനിക്ക് നല്ല ഉറപ്പാണ്. ഇപ്പൊ എന്റെ താത്താന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കണ്ടിന്യൂ ഞാൻ വീഡിയോ ഇടുന്നത്.
നമ്മള് മറ്റുള്ളവരോട് കൈ നീട്ടും നല്ലത് നമ്മള് സ്വന്തമായിട്ട് നമുക്ക് എന്താ നേടാൻ കഴിയുക, നമ്മൾ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും ഏതേ ഭാഗത്ത് കൂടെ പൈസ കിട്ടുമോ, ആ പൈസ കൊണ്ട് നമ്മളൊക്കെ ഇതാക്കുന്നല്ല. ഇപ്പൊ ആരോട് കൈ നീട്ടിയാലും ഒരു നേരം തരും, 2 നേരം തരൂല, 3ാമത്തെ നേരം ആരും തരൂല. പിന്നെ എൻ്റെ അന്ന് തൊട്ട് ഞാൻ എന്നും എൻ്റെ ജീവിതത്തിലൊടുത്ത് വെറുപ്പ് സമ്പാദിച്ച് 97 അന്ന് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും വേണ്ടി ഞാൻ ഈ നിമിഷം വരെ ജീവിച്ചിട്ടില്ല, ജീവിക്കൂല്ല. എനിക്കൊന്നും വേണ്ട. എനിക്ക് ഒറ്റന്നേ ഉള്ളൂ പഠിച്ചവനോട്. പഠിച്ചവനെ ആർക്കും ഭാരാകാതെ എന്നെ കൊണ്ടുപോണേന്ന്. ഒരാൾക്കും നമ്മൾ ഭാരാകാൻ പാടില്ല. ഞാൻ ഇന്ന് വരെ ഒരാളെ പൊരുത്തല്ലാത്ത മുതൽ എൻ്റെ വയറ്റിലേക്ക് ആക്കിയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല. നമ്മളൊരാളെ പറ്റിച്ചിട്ടില്ല. ഒരാൾ എന്നെ ചായ വാങ്ങി പറഞ്ഞാൽ അവനക്ക് നല്ല മനസ്സാണോ നോക്കിയിട്ട് ഞാൻ ചായ വാങ്ങി കുടിക്കുള്ളൂ. ഒരാളായാലും പെണ്ണായാലും എല്ലാം ഞാൻ കുടിക്കുള്ളൂ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ജോലിയെല്ലാം ചെയ്തിട്ട് നമ്മള് പൈസ 10 രൂപ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കരഞ്ഞു പോയി. അപ്പൊ വയറുവേദന വന്നപ്പോ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലേക്ക് കയറി വന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത്, എനിക്ക് യൂട്യൂബ് ഡെയിലി ഞാൻ ഇടുന്നത് എൻ്റെ താത്താനെ മനസ്സിൽ കണ്ടിട്ടാണ്. പാവള് ഒരു സുഖം അനുഭവിക്കാത്ത പെണ്ണ. ഉപ്പ കൊണ്ടുപോയി മൈസൂർക്ക് കല്യാണം കഴിച്ച് കുട്ടിക്ക് പലയിടത്തുനിന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ താത്ത. എളാമ കടുപ്പം ചെയ്തിട്ട് ഇതെല്ലാം പോലും വീഡിയോ കാണുന്നില്ല. അതല്ലോ ഒരുപാട് എൻ്റെ താത്ത അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പത്തിലേ തൊട്ടിട്ട് എന്നെ പോലെ ജോലിക്കൊക്കെ തുടങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂ? ജനുവരി വരെ ഒരു കുഴപ്പമില്ലാതെ എസ്റ്റേറ്റിൽ തേയിലത്തോട്ടത്ത് പണിക്കുപോയതാ. ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ ഞാൻ ഇപ്പം പറയുന്നത്, യൂട്യൂബിൽ ഞാൻ 1 ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതും വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതും. അപ്പൊ നിങ്ങളെല്ലാരും എനിക്ക് സപ്പോർട്ട് ചെയ്താൽ എൻ്റെ താത്ത രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. വെരി സോറി. ടെൻഷൻ വന്നോണ്ട കാരണമായത്. എല്ലാരോടും സോറി ചോദിക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ. കുറെ വീഡിയോ ആയി. അപ്പൊ സൂക്കട് അൽഹംദുലില്ലാ വയറുവേദന കുറവുണ്ട്. ഞാൻ ആശുപത്രി പോയിട്ടില്ല കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക വാങ്ങി കുടിച്ച് കുറവുണ്ട്. ഇപ്പൊ ക്ഷീണമുണ്ട്. ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി നമ്മളൊന്നും കഴിക്കാത്തോണ്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ എല്ലാരും ക്ഷമിക്കുക. കരഞ്ഞതിന് എന്നെ വെറുക്കരുത്. അപ്പൊ എല്ലാരും ജീവിക്കുന്ന കാലം നമ്മൾ സ്നേഹത്തോടെ അങ്ങോട്ടും കൊണ്ടെല്ലാം നല്ലപോലെ നിൽക്കുക. നമ്മൾ മനുഷ്യന്മാരാണ്. ആരും വെറുപ്പിക്കാതെ നിൽക്കുക. ഇപ്പൊ ആരെങ്കിലും വെറുപ്പിച്ചവനുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചു തരിക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ കഴിഞ്ഞ വരെ ഓക്കെ, ബൈ ബൈ.